വട്ടിയൂർക്കാവിൽ കുലശേഖരത്തിനടുത്ത് നല്ല മനോഹരമായൊരു കണ്ടംപററി ഡിസൈൻ വരുന്ന ഒരു വീട് സെയിലിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോ. വട്ടിയൂർക്കാവിൽ നിന്ന് 4 കിലോമീറ്റർ ചുറ്റളവിലാണ് വീട് പണിയെഴുപ്പിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായ എലിവേഷൻ തന്നെയാണ് വീട് നൽകിയിട്ടുള്ളത്. ഒരു അടിപൊളി കിടിലം കണ്ടംപററി ഡിസൈനും കൂടാതെ തന്നെ ടെക്സ്ചർ വർക്കൊക്കെ നൽകിക്കൊണ്ടും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് മനോഹരമാക്കിയിട്ടുള്ളത്. അതിൽ നൽകിയിരിക്കുന്ന ടെക്സ്ചർ വർക്കൊക്കെ ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 4 സെൻറ്റ് ലാൻഡിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും 3 അറ്റാച്ച്ഡ് ബാത്റൂമും ഉൾപ്പെടുത്തി ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു നല്ല മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈൻ വീടാണ് ഈ കാണുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 9 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 11 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീടിന് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് അത്യാവശ്യം അടുത്തായിട്ടൊക്കെ തന്നെയാണ് വീട് പണിയെഴുപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ഡീറ്റെയിൽസിലോട്ട് കടക്കുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. നമുക്ക് വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. 4 സെൻറ്റ് ലാൻഡിൽ 1750 സ്ക്വയർ ഫീറ്റിലാണ് വീട് പണിയെഴുപ്പിച്ചിരിക്കുന്നത്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ടേജ് മുഴുവൻ നല്ല മനോഹരമായി ഇന്റർലോക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന ഫ്രണ്ടേജൊക്കെ തന്നെ നല്ല ആർട്ട് വർക്കൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ചുമരൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ സ്പോട്ട് ലൈറ്റൊക്കെ ഡെക്കറേഷനായിട്ട് നൽകിയിട്ടുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് തന്നെ പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. പുറമായിട്ട് തന്നെ നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഫ്രണ്ടേജ് എല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. 12x6 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമൊരു സിറ്റ് ഔട്ടാണ് വീടിന് വന്നിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം സിറ്റ് ഔട്ടിൽ ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ചുമര് മുഴുവൻ തന്നെ വോൾട്ടയിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ മുഴുവനും പ്ലാവിൻ തടിയിലാണ് പണിതിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമൊരു ലിവിംഗ് ഏരിയ വന്നിട്ടുണ്ട്. 14x12 ആണ് ലിവിംഗ് ഏരിയ ഡയമെൻഷൻ. ലിവിംഗ് ഏരിയയിലും നല്ല മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് ഫോൾ സീലിംഗ് വന്നിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു TV യൂണിറ്റ് അട്രാക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമേറിയ ഒരു TV യൂണിറ്റ് ഒക്കെ തന്നെയാണ് ഹാളിൽ ബൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന് നൽകിയിരിക്കുന്ന സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. 14x10 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. നല്ല വിശാലമേറിയ ഡൈനിങ് ഏരിയ തന്നെയാണ് വീടിന് വന്നിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയ്ക്കായിട്ട് തന്നെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് വാഷ് ഏരിയയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസിംഗ് നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ. 10x8 കിച്ചൻ്റെ ഡയമെൻഷൻ. നല്ല മോഡേൺ രീതിയിലുള്ള കിച്ചൺ തന്നെയാണ് പണിതിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഒരു വർക്ക് ഏരിയ പണിതിട്ടുണ്ട്. സ്റ്റീലിലുള്ള ഷീറ്റ് റൂഫൊക്കെ കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് വർക്ക് ഏരിയ ചെയ്തെടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ നനക്കല്ലും ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. റൂമിലൊരു വാൾ റൂപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് മൂവ് ചെയ്യാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് മുഴുവനും സ്റ്റീലിലാണ് പണിതിരിക്കുന്നത്. കൂടാതെ ഗ്ലാസ് വർക്കും ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റൊക്കെ സ്റ്റെപ്പിലൊക്കെ നൽകിക്കൊണ്ട് അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ സ്റ്റെയറിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു ഫാൻസി ലൈറ്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല മനോഹരമായൊരു ഹാളാണ് കാണുന്നത്. 18x16 ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹാൾ, 2 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. നല്ലൊരു വാൾ റൂഫ്സ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് റൂം കവർ ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ അവസാനത്തെ ബെഡ്റൂം. 12x12 റൂമിൻ്റെ ഡയമെൻഷൻ. ഈ ഒരു ബെഡ്റൂമിലും നമുക്ക് ബാക്കിയുള്ള റൂംസിനെ പോലെ തന്നെ വാൾ റൂപ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആയ ബാത്റൂം ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഇനി നമുക്ക് ബാൽക്കണിയിലോട്ട് മൂവ് ചെയ്യാം. 12x10 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ബാൽക്കണി. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ബാൽക്കണിയിൽ വരുന്ന ചുമര് മുഴുവനും വോൾ ടൈലും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ വോൾ ആർട്ട് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് പോലെ തന്നെ ബാൽക്കണി ഒരു പ്രത്യേക തരത്തിലാണ് പണിതിരിക്കുന്നത്. സോഫാനോ ഒക്കെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ സോഫാനത്തിൻ്റെ സൈഡിലേക്കുള്ള വഴിയാണ് നമുക്ക് മുകളിലോട്ട് പോകാനുള്ള എൻട്രൻസ്. ബാൽക്കണിയുടെ ഹാൻഡിൽസ് മുഴുവനും ഇരുമ്പ് ഡിസൈൻ ചെയ്ത ഹാൻഡിൽസ് ആണ്. അപ്പോൾ 4 സെൻറ്റ് ലാൻഡിൽ 1750 സ്ക്വയർ ഫീറ്റിൽ നല്ല മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 67 ലക്ഷമാണ്. അത് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് ഇഷ്ടപ്പെട്ടവർക്ക് വീട് പർച്ചേസ് ചെയ്യാൻ ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.